ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഓവനില്ലാതെ എങ്ങനെയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയൊക്കെ ഇങ്ങനെ കുതി നിറച്ചെടുക്കാതെ കറക്റ്റ് വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു 3-4 വട്ടം അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേറൊരു ബൗളിൽ 3 മുട്ട ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കോൺഫ്ലോറും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് പെട്ടെന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ താന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ചിലപ്പോൾ ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 4-5 സെക്കൻഡ് മാത്രം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടീനിൽ ഓയിൽ തടവിയിട്ട് നടുക്കിലും സൈഡിലൊക്കെ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക, ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇത് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു റിങ് കൂടി ഇറക്കി വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമുക്ക് കേക്ക് ടിന് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 45 മിനിറ്റാണ് നമുക്ക് സമയം വേണ്ടത് ഇത് കേക്ക് ബേക്ക് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കണം. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയം കൂടി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നന്നായി ഒന്ന് തണുക്കട്ടെ. ഇപ്പോൾ 45 മിനിറ്റിന് ശേഷം കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലും ബാക്കിലൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇത് 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നൂല് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ ഞാനിനി വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി ഞാനിവിടെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. തിളച്ച് തുടങ്ങി പിന്നെ ഒരു 1 മിനിറ്റും കൂടി ഒന്ന് നന്നായി തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി കേക്കിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചെറിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേപോലെ തന്നെ 3 ലെയർ കേക്കും ചെയ്തെടുക്കാം. ഞാനിവിടെ 3ാമത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മേലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡിലും എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മേലെയും സൈഡിലെല്ലാം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ 10 മിനിറ്റ് ഫ്രീസറിൽ കേക്ക് വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലും മേലെയെല്ലാം ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല സെറ്റായിട്ട് ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ സൈഡിലും മേലെയെല്ലാം തന്നെ ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മേലെ ഓരോ ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഓരോ ചെറിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കാണാൻ തന്നെ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഓവനില്ലാതെ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ തയ്യാറാക്കാം. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.